എൻസൈക്ലോവിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന എന്നാൽ ഏറെ നിർണായകമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് വിരൽ ചൂണ്ടുന്നത്. ഈ വരാൻ പോകുന്ന ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി സംസ്ഥാന ജീവനക്കാർക്ക് 2% DA അനുവദിക്കാൻ സർക്കാർ ഒരുങ്ങുന്നതായാണ് പുതിയ വിവരങ്ങൾ. ഇതിന്റെ കൃത്യമായ തീയതിയും സാമ്പത്തിക വിവരങ്ങളും എന്തൊക്കെയാണ് നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും പുതിയ ആദിമ റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാന ധനവകുപ്പ് ഈ 2% ക്ഷാമബത്ത അനുവദിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനങ്ങളിലേക്ക് നീങ്ങുകയാണ്. സാധാരണയായി വർഷത്തിൽ 2 തവണയാണ് ജീവനക്കാരുടെ DA പുതുക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിൽക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം പല ഗഡുക്കളും ജീവനക്കാർക്ക് കുടിശ്ശികയായിരുന്നു. ഈയൊരു സാഹചര്യത്തിലാണ് ഓണസമ്മാനമായി 2% DA അനുവദിക്കാൻ സർക്കാർ ആലോചിക്കുന്നത്. ഈ വർഷം ഓഗസ്റ്റ് അവസാന വാരമാണ് കേരളം കാത്തിരിക്കുന്ന ഓണാഘോഷങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ കൈകളിൽ കൃത്യസമയത്ത് പണമെത്തിക്കാൻ ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തോടും പെൻഷനോടൊപ്പം ഈ 2% വർധനവ് കൂടെ ഉൾപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഓണക്കാലത്ത് കുടുംബ ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ ഈ അധിക തുക വലിയൊരു ആശ്വാസമായിരിക്കും. നിലവിൽ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമാണിത്. കേവലം 1 ഗഡു DA അനുവദിക്കുമ്പോൾ പോലും സംസ്ഥാന ഖജനാവിൽ പ്രതിമാസം ഏകദേശം 60 കോടി രൂപയുടെ അധിക ബാധ്യത വരുമെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും ഓണവിപണിയിൽ ജനങ്ങളുടെ വാങ്ങൽ ശേഷി കൂട്ടാനും വിപണിയിലെ മന്ദത ഒഴിവാക്കുവാനും ഈ പണം വിപണിയിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് ധനവകുപ്പ് വിലയിരുത്തുന്നു. ഇനി ആർക്കൊക്കെയാണ് ഇതിന്റെ ഗുണം ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. ഈ ആനുകൂല്യം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നേരിട്ടെത്തും. എല്ലാ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും, സ്കൂൾ കോളേജ് അധ്യാപകർ, എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്കും, സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും, പാർട്ട് ടൈം കോണ്ടിജന്റ് ജീവനക്കാർക്കും, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന സംസ്ഥാന സർവീസ് പെൻഷൻകാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇനി ഉറ്റുനോക്കുന്ന മറ്റ് പ്രഖ്യാപനങ്ങൾ നോക്കാം. നിലവിൽ ഇതൊരു നിർദ്ദേശമായി ധനവകുപ്പിന്റെ സജീവ പരിഗണനയിലാണ്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സർക്കാർ ഉത്തരവ് വരും ദിവസങ്ങളിൽ തന്നെ ക്യാബിനറ്റ് അംഗീകാരത്തോടെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇത്തവണയും ഓണ ബോണസ് എത്രയായിരിക്കും, ഉത്സവകാല അഡ്വാൻസ് എത്രയായിരിക്കും എന്നതിനെക്കുറിച്ചും ഈ DA മുൻകാല പ്രാബല്യത്തോടുള്ള കുടിശ്ശികയായി പ്രഖ്യാപിക്കുമോ എന്നതിലും ജീവനക്കാർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കൃത്യമായ സർക്കാർ ഉത്തരവുകളും ശമ്പള പരിഷ്കരണ വാർത്തകളും ഒട്ടും വൈകാതെ തത്സമയം അറിയുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായ ജീവനക്കാരിലേക്കും കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു പ്രധാന വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.